RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ പേര് തന്നെ നൈപുണ്യ വികസന കേന്ദ്രത്തിന് നൽകുമെന്ന് പാലക്കാട് നഗരസഭ. പദ്ധതികളുടെ പ്രവർത്തനവുമായി മുന്നോട്ടു പോകാനാണ് നഗരസഭയുടെ തീരുമാനം. പേരുമാറ്റാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ്. BJPയുമായുള്ള പോലീസ് വിളിച്ചു ചേർക്കുന്ന സമാധാന ചർച്ചയ്ക്ക് പങ്കെടുക്കില്ലെന്നും നേതാക്കൾ അറിയിച്ചു. പ്രതിഷേധ മാർച്ചുകളിൽ BJP യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്ബാൽ അറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറക്കൽ, വെരി ഗുഡ് മോർണിംഗ്. ചുരുക്കത്തിൽ വിവാദം കൊണ്ട് ഇങ്ങനെയൊരു നൈപുണ്യ വികസന കേന്ദ്രം പാലക്കാട് വരാൻ പോകുന്നു എന്നുള്ളതും അതിന് ഹെഡ്ഗേവാർ എന്നാണ് പേര് എന്നുള്ളതും കേരളം ഒട്ടാകെ അറിഞ്ഞു എന്നുള്ളതാണ് ഈ വിവാദത്തിൻ്റെ ഒരു മെച്ചമെന്ന് പറയുന്നത്. BJP അതിനെ സംബന്ധിച്ച് വലിയ റീച്ച് ഉണ്ടാക്കി എന്ന മട്ടിലായിരിക്കാം ഒരുപക്ഷെ അതിനെ വിശദീകരിക്കുക. അതുകൊണ്ട് തന്നെ BJP അയയുന്ന മട്ടില്ല. കോൺഗ്രസും മറുഭാഗത്ത് അവരുടെ രാഷ്ട്രീയ പ്രതിരോധം തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ചുരുക്കത്തിൽ വീണ്ടും പ്രതിഷേധം തന്നെയല്ലേ? അരുൺ, പാലക്കാട് ഇനിയുള്ള ദിവസങ്ങളിലും വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഹെഡ്ഗേവാറിൻ്റെ പേര് ഒരിക്കലും ഈ നൈപുണ്യ വികസന കേന്ദ്രത്തിന് നൽകുന്നതിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് ഇപ്പോൾ പാലക്കാട് നഗരസഭ അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് പാലക്കാട് നഗരസഭയുടെ വൈസ് ചെയർമാനായിട്ടുള്ള അഡ്വക്കേറ്റ് E. കൃഷ്ണദാസ് കൃത്യമായി തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പേര് മാറ്റിക്കൊണ്ട് പദ്ധതി നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഡോക്ടർ KB ഹെഡ്ഗേവാറിൻ്റെ പേര് നൽകിക്കൊണ്ടുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള ഭരണസമിതിയുടെ കാലാവധി തീരും മുമ്പ് തന്നെ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കും എന്നാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് E. കൃഷ്ണദാസ് അറിയിച്ചിട്ടുള്ളത്. എന്തൊക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടായാലും നിലവിൽ ഡോക്ടർ KB ഹെഡ്ഗേവാറിൻ്റെ പേര് നൽകാൻ തീരുമാനിച്ച അതേ തീരുമാനത്തിൽ തന്നെ നഗരസഭ മുന്നോട്ട് പോകും. അടുത്ത കൗൺസിലിൽ ഈ പേരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പാസ്സാക്കുമെന്നും അഡ്വക്കേറ്റ് E. കൃഷ്ണദാസ് അറിയിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് ഈ പേരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തുടരാനാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ തീരുമാനം എന്ന് പറയുന്നത്. ഡോക്ടർ KB ഹെഡ്ഗേവാറിൻ്റെ പേര് മാറ്റാതെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ നഗരസഭയെ അനുവദിക്കില്ല എന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകരുള്ളത്. തുടർ സമരങ്ങൾ നടത്തുമെന്ന് കോൺഗ്രസ് പറയുന്നു. വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഇന്നലെ നടന്നിരുന്നു. ആ പ്രതിഷേധങ്ങളെ തുടർന്ന് ഇപ്പോൾ BJPയുടെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്നിവർക്കെതിരെ എല്ലാം ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വലിയ രീതിയിൽ ഇന്നലെ സംഘർഷ സാധ്യത പാലക്കാട് നിലനിന്നിരുന്നു. പോലീസും ഈ സമരക്കാരും തമ്മിൽ പല സമയങ്ങളിലായി പ്രതിഷേധവും സംഘർഷവും ഉന്തും തള്ളും എല്ലാം ഉണ്ടായിരുന്നു. ഏതായാലും വീണ്ടും ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു സമാധാന ചർച്ചയ്ക്ക് ഇന്നലെ പോലീസ് ഈ രണ്ട് കക്ഷികളെയും വിളിച്ചിരുന്നു. പക്ഷേ BJPക്കൊപ്പം ഇത്തരത്തിലൊരു സമാധാന ചർച്ചയിൽ പങ്കെടുക്കാൻ തങ്ങളില്ല എന്ന നിലപാടിലാണ് നിലവിൽ കോൺഗ്രസ് പ്രവർത്തകരുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ BJPയും അവരുടെ നിലപാട് വ്യക്തമാക്കും. ഇന്ന് രാവിലെ പാലക്കാട് BJPയുടെ അധ്യക്ഷനായിട്ടുള്ള പ്രശാന്ത് ശിവൻ മാധ്യമങ്ങളെ കാണാൻ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഈ സമാധാന ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള BJPയുടെ നിലപാടും BJP വ്യക്തമാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും വരും ദിവസങ്ങളിലും ഈ ഡോക്ടർ KB ഹെഡ്ഗേവാറിൻ്റെ പേരിലുള്ള നൈപുണ്യ വികസന കേന്ദ്രത്തിൻ്റെ പേരിൽ പാലക്കാട് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അരുൺ കുമാർ, താങ്ക് യു. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്. പേര് മാറ്റാൻ BJP തയ്യാറല്ല, പേര് മാറ്റിയേ പറ്റൂ എന്ന് കോൺഗ്രസ്. ഇതെവിടെ പോയി നിൽക്കും എന്നുള്ളതാണ് നമ്മളെല്ലാവരും നോക്കി നിൽക്കുന്നത്. നൈപുണ്യ വികസന കേന്ദ്രമാണ്. അതിൽ രണ്ട് വിഭാഗക്കാരും അവരവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്.